അഴിമതിക്കുറ്റം ചുമത്തി ജയിലിലടയ്ക്കപ്പെട്ട ശേഷം രാജ്യഭരണത്തിന്റെ തലപ്പത്തെത്തിയ നേതാവ്, ലോകത്ത് ഏറ്റവും അധികം കാലം ഭരണത്തിലിരുന്ന വനിതാ രാഷ്ട്ര മേധാവി, ഏറ്റവും കൂടുതൽ കാലം ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രിയായിരുന്ന വ്യക്തി, 19 വധശ്രമങ്ങൾ അതിജീവിച്ച മനുഷ്യത്വത്തിന്റെ മാതാവ് എന്ന് അണികൾ വിശേഷിപ്പിക്കുന്ന ഷെയ്ഖ് ഹസീന ഒരിക്കൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല സ്വന്തം രാജ്യം ഉപേക്ഷിച്ച് ഇത്തരത്തിലൊരു പലായനം. ബംഗ്ലാദേശിലെ ഏകാധിപത്യ പട്ടാള ഭരണത്തിനെതിരെ ജീവൻ പണയം വെച്ച് പോരാടി ജനാധിപത്യം സ്ഥാപിച്ചെടുത്തുകൊണ്ടായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ തുടക്കം. അസ്ഥിരമായി നിന്നിരുന്ന ഒരു രാജ്യത്തെ സാമ്പത്തിക ഭദ്രതയുള്ള സുസ്ഥിരമായ ഒരു GDP-യും സാമൂഹിക സൂചികകളിൽ പുരോഗതിയുമുള്ള ഒരു രാജ്യമായി ഉയർത്തിയെടുത്തതിൽ ഹസീന വഹിച്ച പങ്ക് വളരെ വലുതാണ്. ഏഷ്യയിലെ ഉരുക്കുവനിത എന്ന വിശേഷണം ലഭിച്ച ഷെയ്ഖ് ഹസീന എങ്ങനെയാണ് ഇത്തരമൊരു വലിയ തിരിച്ചടി നേരിട്ടത്, എവിടെയാണ് അവർക്ക് പിഴച്ചത് എന്നൊക്കെ അറിയണമെങ്കിൽ ഹസീന യുഗത്തിന്റെ ചരിത്രം അറിയേണ്ടതായിട്ടുണ്ട്. ബംഗ്ലാദേശിന്റെ ആദ്യ പ്രധാനമന്ത്രിയും രാഷ്ട്രപിതാവുമായ ഷെയ്ഖ് മുജീബർ റഹ്മാന്റെ മകളായി 1947 സെപ്റ്റംബർ 28-ന് കിഴക്കൻ ബംഗാളിലാണ് ഷെയ്ഖ് ഹസീന ജനിച്ചത്. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷം ആണവശാസ്ത്രജ്ഞൻ MA വാസിദ മിയയെ 1967-ൽ വിവാഹം ചെയ്ത ഹസീന പിന്നീട് ധാക്ക സർവകലാശാലയിൽ നിന്ന് ബിരുദവും നേടി. 1975 ഓഗസ്റ്റ് 15-ന് ബംഗ്ലാദേശിൽ നടന്ന സൈനിക അട്ടിമറിയാണ് ഷെയ്ഖ് ഹസീനയെ ഒരു കരുത്തുറ്റ വനിതയായി മാറ്റിയെടുത്തത്. അന്ന് ആ അട്ടിമറിയിൽ പിതാവ് മുജീബർ റഹ്മാനെയും മാതാവിനെയും 3 സഹോദരങ്ങളെയും ഹസീനയ്ക്ക് നഷ്ടപ്പെട്ടു. ജർമ്മനിയിലായിരുന്ന ഹസീനയും ഭർത്താവും മകളും സഹോദരി ഷെയ്ഖ് റെഹനയും മാത്രമാണ് ആ കുടുംബത്തിൽ അന്ന് രക്ഷപ്പെട്ടത്. ജീവന് ഭീഷണി ഉണ്ടായിരുന്നതിനാൽ ഇന്ദിരാഗാന്ധി അവർക്ക് ഇന്ത്യയിൽ രാഷ്ട്രീയ അഭയം നൽകി. ആ സമയം ബംഗ്ലാദേശിൽ പട്ടാള വിപ്ലവങ്ങൾ നടക്കുകയായിരുന്നു. അധികാരത്തിലുണ്ടായിരുന്ന പട്ടാള തലവൻ സിയാവുർ റഹ്മാൻ 1981-ൽ കൊല്ലപ്പെട്ടതോടെയാണ് ആ വർഷം അവർ തിരികെ ബംഗ്ലാദേശിലേക്ക് എത്തുന്നത്. ആ വർഷം തന്നെ ഹസീന അവാമി ലീഗിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. പിന്നീടുള്ള അവരുടെ ജീവിതം തന്റെ പിതാവ് വിഭാവനം ചെയ്ത ബംഗ്ലാദേശ് യാഥാർത്ഥ്യമാക്കാനായിരുന്നു. പിന്നീട് പലതവണ മാറിവന്ന ഭരണകൂടങ്ങൾ ഹസീനയെ തടവിലാക്കിയിരുന്നു. 1984-ലും 85-ലും ഏതാനും മാസം വീതം സൈനിക നിയമപ്രകാരം വീട്ടുതടങ്കലിലായിരുന്നു അവർ. 1986-ലെ തിരഞ്ഞെടുപ്പിൽ അവർ വിജയിക്കുകയും പാർലമെന്റിൽ പ്രതിപക്ഷ നേതാവാകുകയും ചെയ്തു. 1991-ലെ തിരഞ്ഞെടുപ്പിൽ 3 മണ്ഡലങ്ങളിൽ മത്സരിച്ച അവർ ഒരിടത്ത് മാത്രമാണ് വിജയിച്ചത്. എന്നാൽ ആ തിരഞ്ഞെടുപ്പോടെ രാജ്യത്തെ ഏറ്റവും വലിയ പ്രതിപക്ഷ പാർട്ടിയായി അവാമി ലീഗ് വളർന്നു. 96-ൽ നടന്ന തിരഞ്ഞെടുപ്പിൽ അവാമി ലീഗിന് ഭൂരിപക്ഷം ലഭിക്കുകയും ഷെയ്ഖ് ഹസീന ആദ്യമായി പ്രധാനമന്ത്രി പദത്തിലെത്തുകയും ചെയ്തു. എന്നാൽ 2001-ലെ തിരഞ്ഞെടുപ്പിൽ ഹസീനയും പാർട്ടിയും കാത്തിരുന്നത് പരാജയമായിരുന്നു. 2007-ൽ സൈനിക ഭരണകൂടം അഴിമതിക്കുറ്റം ചുമത്തി ഹസീനയെ ജയിലിലടച്ചു. പിന്നാലെ തൊട്ടടുത്ത വർഷം നടന്ന തിരഞ്ഞെടുപ്പിൽ വീണ്ടും വിജയിക്കുകയും പ്രധാനമന്ത്രി പദത്തിൽ തിരികെ എത്തുകയും ചെയ്തു. പിന്നീട് ഹസീനയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. 2014-ലും 2019-ലും പ്രധാനമന്ത്രിയായി തുടർന്ന ഹസീന 17 കോടി ജനങ്ങളുള്ള ബംഗ്ലാദേശിനെ അതിവേഗം വികസിക്കുന്ന സമ്പദ് വ്യവസ്ഥയാക്കി മാറ്റി. ഈ വർഷം ജനുവരിയിൽ നടന്ന തിരഞ്ഞെടുപ്പിലൂടെ 5-ാം തവണയും ബംഗ്ലാദേശിന്റെ പ്രധാനമന്ത്രി പദത്തിലെത്തിയപ്പോൾ ഹസീന ലോകം കണ്ട കരുത്തുറ്റ വനിതാ നേതാക്കളായ മാർഗരറ്റ് താച്ചർ, ഇന്ദിരാഗാന്ധി എന്നിവരെയൊക്കെ പിന്നിലാക്കി ലോകത്തിലെ ഏറ്റവും കൂടുതൽ കാലം സേവനമനുഷ്ഠിച്ച വനിതാ രാഷ്ട്ര മേധാവി എന്ന റെക്കോർഡും സ്വന്തമാക്കി. എന്നാൽ ഈ വർഷത്തെ തിരഞ്ഞെടുപ്പിലെ ഹസീനയുടെ വിജയം പ്രതിപക്ഷ പാർട്ടി തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ചതിലൂടെയായിരുന്നു. പ്രതിപക്ഷമായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയെ ഭീകരവാദ സംഘടന എന്ന് പറഞ്ഞാണ് തിരഞ്ഞെടുപ്പിൽ നിന്ന് അകറ്റി നിർത്തിയത്. ബംഗ്ലാദേശിലെ മനുഷ്യാവകാശ ലംഘനങ്ങളും പ്രതിപക്ഷത്തെ അടിച്ചമർത്തിയുള്ള അതോറിറ്റേറിയൻ സ്റ്റേറ്റ് നടപടികളും പലകുറി ഷെയ്ഖ് ഹസീനയെ ചോദ്യചിഹ്നത്തിൽ നിർത്തിയിട്ടുണ്ട്. നൊബേൽ സമ്മാന ജേതാവും പ്രമുഖ സാമ്പത്തിക വിദഗ്ധനുമായ മുഹമ്മദ് യൂനസ്, എഴുത്തുകാരി തസ്ലീമ നസ്രീൻ തുടങ്ങിയ രാജ്യത്ത് വിയോജിപ്പിന്റെ ചെറിയ ശബ്ദങ്ങൾ ഉയർത്തുന്നവരെയെല്ലാം നിരന്തരം വേട്ടയാടിക്കൊണ്ടാണ് അവർ മുന്നോട്ട് പോയത്. പ്രതിപക്ഷത്തെ അടിച്ചമർത്തിയാണ് ഷെയ്ഖ് ഹസീനയും കൂട്ടരും അധികാരത്തിൽ വന്നതെന്നും വെറും 40% മാത്രമായിരുന്നു ഈ തിരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനമെന്നതും ജനാധിപത്യം ബംഗ്ലാദേശിൽ കശാപ്പ് ചെയ്യപ്പെടുകയായിരുന്നെന്നും വിമർശനം ഉണ്ടായിരുന്നു. രാജ്യം ഏകാധിപത്യത്തിലേക്ക് നീങ്ങുന്നു എന്ന നിലയിൽ ചർച്ചകളും ഉയർന്നിരുന്നു. പ്രതിപക്ഷത്തിന്റെ വിയോജന ശബ്ദങ്ങളെ ജയിലിലടയ്ക്കുന്ന സ്വേച്ഛാധിപതി എന്ന വിമർശനവും ഹസീന നേരിട്ട് തുടങ്ങിയിരുന്നു. സുസ്ഥിരമായ ഒരു GDP-യും സാമൂഹിക സൂചികകളിൽ പുരോഗതി ഉണ്ടെങ്കിലും ബംഗ്ലാദേശിന്റെ സാമ്പത്തികം പിടിച്ചു നിൽക്കുന്നത് ലോകബാങ്ക്, IMF, ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് തുടങ്ങിയ അന്താരാഷ്ട്ര ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഒരു കൂട്ടം വായ്പകൾ പുറത്താണെന്നാണ് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത്. തുടർച്ചയായ ഒരു പാർട്ടി തന്നെ ഭരിക്കുന്നത് സ്ഥാപനവൽകൃത അഴിമതിയിലേക്കാണ് വഴിവെച്ചിരിക്കുന്നത്. ഒപ്പം പാർലമെന്റ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഷെയ്ഖ് ഹസീനയുടെ രാജിയിൽ കലാശിച്ചത് 2018 ജനുവരിയിൽ നടന്ന പ്രക്ഷോഭത്തിന്റെ 2-ാം ഘട്ടമാണ്. 1971-ലെ ബംഗ്ലാദേശ് സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലികളിൽ നേരത്തെ നൽകിയിരുന്ന 30% സംവരണം ബംഗ്ലാദേശ് സുപ്രീം കോടതി വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവന്നതാണ് പ്രക്ഷോഭങ്ങളുടെ തുടക്കം.
1971 ബംഗ്ലാദേശിനെ പാകിസ്ഥാനിൽ നിന്ന് സ്വതന്ത്രമാക്കിയ വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത സ്വാതന്ത്ര്യ സമര സേനാനികളുടെ മക്കൾക്കും കൊച്ചുമക്കൾക്കും ഉൾപ്പെടെ രാജ്യത്തെ ഉന്നത സർക്കാർ ജോലികളിൽ സംവരണം ഏർപ്പെടുത്തിയിരുന്നത്. 2018 ഈ സംവരണത്തിനെതിരെ ബംഗ്ലാദേശിൽ ശക്തമായ സമരം നടക്കുകയും സർക്കാർ പ്രക്ഷോഭങ്ങൾക്ക് മുന്നിൽ വഴങ്ങുകയും ചെയ്തിരുന്നു. അന്ന് സർക്കാർ പിൻവലിച്ച സംവരണം ജൂൺ മാസം സുപ്രീം കോടതി വീണ്ടും പ്രാബല്യത്തിൽ കൊണ്ടുവരികയായിരുന്നു. അതിനെ തുടർന്നാണ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ തെരുവിലേക്ക് ഇറങ്ങിയത്. നിലവിൽ സർക്കാർ ജോലിയിൽ 56% വിവിധ സംവരണങ്ങളുണ്ട്. തൊഴിലില്ലായ്മ രൂക്ഷമായ രാജ്യത്ത് സംവരണ പോസ്റ്റുകൾ ഒഴിഞ്ഞു കിടക്കുമ്പോഴും സംവരണമില്ലാത്ത ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കുന്നില്ലെന്നാണ് പ്രക്ഷോഭകാരികൾ പറയുന്നത്. ജൂലൈ 1 ധാക്ക സർവകലാശാലയിലും മറ്റ് സർവകലാശാലയിലുമുള്ള വിദ്യാർത്ഥികൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. ഇതായിരുന്നു പ്രക്ഷോഭത്തിന്റെ തുടക്കം. പിന്നീടുള്ള ദിവസങ്ങൾ കലാപഭരിതമായിരുന്നു ബംഗ്ലാദേശിലെ തെരുവുകൾ. ഇതിനിടെ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ചെറുമക്കൾക്കല്ലാതെ രാജ്യദ്രോഹികളുടെ ചെറുമക്കൾക്കാണോ ജോലി ലഭിക്കേണ്ടത് എന്ന പ്രധാനമന്ത്രി ഹസീനയുടെ പ്രസ്താവന വൻ വിവാദമായി. ഇതോടെ ഭരണകക്ഷിയിൽപ്പെട്ട പാർട്ടികളും പ്രതിഷേധക്കാരും തമ്മിൽ സംഘർഷമായി. ജൂലൈ 20 കലാപത്തിൽ മരിച്ചവരുടെ എണ്ണം 148 ജൂലൈ 25 ആകെ മരണം 204 രാജ്യമൊട്ടാകെ കർഫ്യൂവും ഇന്റർനെറ്റ് നിരോധനവും നിലവിൽ വന്നു. ജൂലൈ 26 പ്രതിഷേധക്കാർക്കെതിരെ ശക്തമായ നടപടികൾ വന്നു. 555 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 6264 പേരെ അറസ്റ്റ് ചെയ്തു. സമരത്തെ തുടർന്ന് നേരത്തെ മിക്ക സർക്കാർ ജോലികളിൽ നിന്നും ക്വാട്ട പിൻവലിച്ച് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. കോടതിയുടെ നീക്കം താൽക്കാലികമായി പ്രതിഷേധത്തെ തണുപ്പിച്ചെങ്കിലും ഇന്നലെ വീണ്ടും പ്രശ്നങ്ങൾ ആരംഭിക്കുകയായിരുന്നു. പ്രക്ഷോഭകാരികൾ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് നടത്തിയ നിസ്സഹകരണ പരിപാടിയിലാണ് വീണ്ടും സംഘർഷം ആരംഭിച്ചത്. ഓഗസ്റ്റ് 4 മാത്രം കലാപത്തിൽ 96 പേർ കൊല്ലപ്പെട്ടു. ഇത് സാഹചര്യങ്ങൾ കൂടുതൽ വഷളാക്കി. 45 മിനിറ്റിനുള്ളിൽ രാജിവെക്കണമെന്ന് ഇന്നലെ സൈന്യം പ്രധാനമന്ത്രിക്ക് അന്ത്യശാസനം നൽകുകയായിരുന്നു. ഇതിനു പിന്നാലെയാണ് സഹോദരിയോടൊപ്പം ഒരു ചെറു വിമാനത്തിൽ കയറി 76-കാരിയായ ഹസീന ഇന്ത്യയിലെത്തി അഭയം പ്രാപിച്ചത്. ഇന്ത്യയെ സംബന്ധിച്ച് ഷെയ്ഖ് ഹസീന എന്ന ഭരണാധികാരിയുമായുള്ള ബന്ധം ഏറെ ദൃഢതയുള്ളതാണ്. പിതാവിന്റെ മരണശേഷം അവർക്ക് വർഷങ്ങളോളം അഭയം നൽകിയിരുന്നത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരുന്ന കാലത്ത് ഇന്ത്യയായിരുന്നു. ഇന്ന് ഇന്ത്യയുടെ ദേശീയ സുരക്ഷ മുതൽ വ്യാപാര ബന്ധങ്ങളും പാകിസ്ഥാനുള്ള സമീപനവുമെല്ലാം ഷെയ്ഖ് ഹസീന ഇന്ത്യയോട് ചേർത്ത് വെക്കുന്നതിന് കാരണമാകുന്നു. റഷ്യൻ സഹായത്തോടെ ബംഗ്ലാദേശിൽ നിർമ്മിക്കുന്ന റൂപൂർ ആണവ നിലയത്തിൽ ഇന്ത്യക്ക് നിക്ഷേപമുണ്ട്. ചരക്ക് കപ്പലുകളുടെ ഗതാഗതത്തിനും ട്രാൻസ്ഷിപ്പിനുമായി ഇന്ത്യ ബംഗ്ലാദേശിൽ 2 തുറമുഖങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. 2 രാജ്യങ്ങളെ തമ്മിൽ ഒന്നിലധികം റെയിൽവേ ലൈനുകൾ ബന്ധിപ്പിക്കുന്നുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളെ സുരക്ഷിതമാക്കാൻ ബംഗ്ലാദേശ് സർക്കാർ സഹായങ്ങൾ നൽകുന്നുണ്ട്. അതിർത്തികൾ വഴി വിഘടനവാദ സംഘങ്ങൾ നുഴഞ്ഞു കയറാതിരിക്കാനുള്ള ധാരണയും തുടരുന്നുണ്ട്. ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ബംഗ്ലാദേശ് വേദിയാകില്ലെന്ന് ഉറപ്പിക്കുന്ന കരാറും ഗംഗ ഉടമ്പടിയുമൊക്കെ ഇരു രാജ്യങ്ങളും തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ഇത്രയും നിർണായകമായ ഉടമ്പടികൾ കൈവരിച്ചത് ഷെയ്ഖ് ഹസീനയുടെ കാലത്താണ്. ബംഗ്ലാദേശിനെ ദാരിദ്ര്യത്തിന്റെയും ദുർഭരണത്തിന്റെയും കറുത്ത നാളുകളിൽ നിന്ന് പുറത്തു വരാൻ കാരണമായ അതേ ആളിനെ തന്നെയാണ് ആ രാജ്യം ഇന്നലെ കൈവിട്ടത്. ഷെയ്ഖ് ഹസീനയ്ക്ക് ശേഷം ബംഗ്ലാദേശിന്റെ അവസ്ഥ എന്താണെന്നുള്ളത് കൃത്യമായി പറയാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒരു ഏകാധിപതിയുടെ ഭരണം അവസാനിച്ചുവെന്ന് ഒരു വശത്ത് പറയാമെങ്കിലും മറുവശത്ത് ശക്തിപ്പെട്ട മതമൗലികവാദികളാണെന്നുള്ളതാണ് വിഷയം സങ്കീർണമാക്കുന്നത്. ജനാധിപത്യം ശക്തിപ്പെടുന്നതോടൊപ്പം മതേതര സമീപനങ്ങൾ ദുർബലമാകാനുള്ള സാധ്യതയുമുണ്ട്. പ്രതിപക്ഷത്തെ ഇല്ലാതാക്കിയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും ജുഡീഷ്യറിയെയും മാധ്യമങ്ങളെയും ഒക്കെ കാൽ കീഴിലാക്കിയുള്ള ഭരണം നടത്തിയപ്പോഴും ഷെയ്ഖ് ഹസീന ഒരിക്കൽ പോലും ഭരണത്തിൽ മതത്തെ കൂട്ടുപിടിച്ചിട്ടില്ല. മാത്രമല്ല മതതീവ്രതയെ അവർ ശക്തമായി നേരിടുകയും രാജ്യത്ത് മതേതര കാഴ്ചപ്പാടുകൾ വളർത്തിക്കൊണ്ട് വരുന്ന വലിയ പങ്ക് വഹിക്കുകയും ചെയ്തു. ഷെയ്ഖ് ഹസീനയുടെ പരാജയത്തോടെ ഉയർന്നു വരുന്നത് അവരുടെ രാജി ആവശ്യപ്പെട്ട് നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങൾക്ക് കരുത്തു പകർന്ന മതമൗലിക പക്ഷമാണ്. മതതീവ്രത ഉയർന്നു വന്നാൽ അത് ആ രാജ്യത്ത് സൃഷ്ടിക്കുന്നത് അരക്ഷിതാവസ്ഥയായിരിക്കും എന്നത് അനേക രാജ്യങ്ങളുടെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് നാം കണ്ടറിഞ്ഞ സത്യമാണ്. ഇതുകൊണ്ട് തന്നെ ബംഗ്ലാദേശിന്റെ ഇനിയുള്ള ഭാവി ഏതൊരു ജനാധിപത്യ മതേതരവാദിയെയും ആശങ്കപ്പെടുത്തുന്നതുമാണ്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.